ആയോൾ നമുക്ക് വന്നേക്കുന്ന ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് ONGC എക്സാംസ്. അതിൽ ജിയോ സയൻസിലും നമ്മുടെ എഞ്ചിനീയറിംഗ് ലെവലിലുമാണ് എക്സാം വന്നിരിക്കുന്നത്. CBT എക്സാമാണ്. 2023-ലും 2024-ലും ഗേറ്റ് വഴിയോ വേറൊരു തരത്തിലോ ഈ പറഞ്ഞു വന്ന ONGC റിക്രൂട്ട് നടത്തിയില്ലായിരുന്നു. ഇപ്പോഴാണ് വീണ്ടും ഒരു റിക്രൂട്ട്മെൻറ്റിനുള്ള കോൾ ഫോർ വന്നത്. അത് എക്സിക്യൂട്ടീവ് പൊസിഷനിൽ E1 ലെവലിലോട്ടാണ് വിളിച്ചിരിക്കുന്നത്. അതിൽ അപ്രോക്സിമേറ്റ്ലി 25 lakhs CTC ഉണ്ടായിരുന്നു. വളരെ വലിയ ഒരു ഇതാണ്. കാരണം മഹാരത്ന കാറ്റഗറി വരുന്നതാണ് നമ്മുടെ ഈ പറഞ്ഞു വന്ന PSUs. ഈ പറഞ്ഞു വന്ന നമ്മുടെ പേ സ്കെയിലുകൾ നമ്മൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ E1 റേഞ്ചിൽ 60,000 to 1,18,000 ആണ് വരുന്നത്. 35% ബേസിക് എൻട്രപ്പേക്ക് ഇതെല്ലാം ഉണ്ട്. ഈ പറഞ്ഞ പ്രൊവിഡൻറ്റ് ഫണ്ട് ഉണ്ട്, കൺവേ മെയിൻ്റനൻസ് ഉണ്ട്. അങ്ങനെ എല്ലാം കൂടെ നമുക്ക് വരുന്നത് 25 lakhs ആണ് ഈ പറഞ്ഞു വന്ന ആനുവൽ CTC വരുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മൾ അടുത്ത പറയാനുള്ളത്, ഇതിനകത്ത് ജിയോളജിസ്റ്റ് ആണ് ആദ്യം വിളിച്ചിരിക്കുന്ന പോസ്റ്റ്. രണ്ടാമത് നമ്മൾ പറയുകയാണ് ജിയോ ഫിസിസ്റ്റ്. നമ്മുടെ കേസ് പറയുകയാണെങ്കിൽ മെക്കാനിക്കൽ പ്രൊഡക്ഷനിലാണ് ആദ്യത്തെ സീറ്റ് വന്നിരിക്കുന്നത്. 5 സീറ്റുകളുണ്ട്. പ്രൊഡക്ഷൻ പെട്രോളിയത്തിൽ വന്നേക്കുന്ന 8 സീറ്റുണ്ട്. പ്രൊഡക്ഷൻ കെമിക്കലിൽ 9 സീറ്റുണ്ട്. ഡ്രില്ലിംഗ് മെക്കാനിക്കലിൽ 12 സീറ്റുകളുണ്ട്. ഓക്കെ അല്ലേ? ഇതേപോലെ തന്നെ അടുത്ത നമ്മൾ പറയുന്നത് ഈ മെക്കാനിക്കൽ AE ലെവലിൽ 60% 3 സീറ്റുണ്ട്. AEEE വരുന്നത് 10 സീറ്റുകളും ഉണ്ട്. അങ്ങനെ ഏകദേശം എല്ലാവർക്കും നമുക്കൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഈ വന്നിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഏജ് ലിമിറ്റ് പറയുകയാണെങ്കിൽ 26 ആണ്. ഈ പറഞ്ഞു വന്ന നമ്മുടെ ഈ എൻജിനീയറിംഗ് ലെവലിലുള്ള ഇതിന് പറഞ്ഞേക്കുന്ന OBC SC STക്കൊക്കെ കുറച്ചുകൂടെ വ്യത്യാസം 29 31 ഒക്കെ വരുന്നുണ്ട്. ഡിപ്പാർട്ട്മെന്റൽ കാൻഡിഡേറ്റ്സിനും എന്തുണ്ട് ഡിഫറൻസ് ഉണ്ടാവും. സെലക്ഷൻ പ്രോസസ്സ് CBTയിൽ എന്ന് പറഞ്ഞാൽ CBT എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്. അതിന് 85 മാർക്കാണ്. ഇൻ്റർവ്യൂവിന് 15 മാർക്ക്. അവിടെ പ്രത്യേകം ശ്രദ്ധിച്ച ഒരു കാര്യം മനസ്സിലാവും. CBTയിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ്, ആപ്റ്റിറ്റ്യൂഡും ഉണ്ടാവും. അതിൻ്റെ അകത്ത് ജനറൽ അവയർനെസ് കൺസേൺഡ് സബ്ജക്റ്റ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതെല്ലാം തന്നെ നമുക്കുള്ളതാണ്. ടോട്ടൽ ഡ്യൂറേഷൻ 2 hours ആണ്. CBT ഇത് ഷോർട്ട് ലിസ്റ്റിംഗ് ആണ്. 1:5 റേഷ്യോ. ഫർദർ സെലക്ഷൻ പ്രോസസ്ഡ് പേഴ്സണൽ ഇൻ്റർവ്യൂ. അതിൻ്റെ എത്ര മാർക്കാണ് പറഞ്ഞേക്കുന്നത്? 15 മാർക്കാണ്. അങ്ങനെ ടോട്ടൽ 100 മാർക്കാണ് വരുന്നത്. വളരെ നല്ല ഒരു എന്നാ പറയുക കോമ്പറ്റീഷൻ ഉള്ളത് തന്നെയായിരിക്കും. കാരണം ഇതിൻ്റെ CTC ഇത്രയും ഉള്ളത് കൊണ്ട് തന്നെ ഇതിന് ഏതൊക്കെ സ്ഥലങ്ങളിലാണ് പരീക്ഷ എഴുതാമെന്നുള്ളതൊക്കെ ഉണ്ട്. അതും പ്രത്യേകിച്ച് കാണാൻ വരുന്നുണ്ട്. മോസ്റ്റ് ഓഫ് ദ നല്ല സിറ്റീസുകളിലുമുണ്ട്. അപ്പോൾ അവിടെ എല്ലാ പരീക്ഷ നടക്കുന്നുണ്ട്. ജനറൽ കാറ്റഗറിക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടത് 1000 rupees. അതേപോലെ തന്നെ ഈ പറഞ്ഞു വന്ന ബാക്കിയുള്ള ഡീറ്റെയിൽസുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ വന്ന് നേരിട്ട് കാണാൻ പറ്റും. അപ്പം ഇതാണ് ONGC പ്രിൻറ്റിംഗ് എറർ. ONGC is not responsible for any printing error if any. അപ്പോൾ എനിവേ ഇത് നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഇതിന് പറയുന്ന മെക്കാനിക്കലിലും പ്രത്യേകിച്ച് ഈ പറഞ്ഞ ഇലക്ട്രിക്കലിനും കുറച്ച് സീറ്റുകളുണ്ട്. 10 സീറ്റുകളുണ്ട്. മെക്കാനിക്കലിനാണ് മെയിനായിട്ട് ഈ സീറ്റ് വന്നേക്കുന്നത്. എനിവേ 2 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു വലിയ ഓപ്പർച്യൂണിറ്റി വന്നേക്കുന്നത്. ഓക്കെ, താങ്ക് യു, ബൈ.